ഇന്ന് വനിതാ ദിനത്തിൽ എല്ലാവരും അത് ആലോചിക്കുക. നമ്മുടെ നാട്ടിലുള്ളൊരു ആചാരം, ആ ആചാരത്തിന്റെ മഹത്വം അറിയണം. തനിക്ക് വേണ്ടി തന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് 10 മാസം നടന്നിട്ട് ആ കുഞ്ഞിനൊരു ഡാമേജ് പറ്റാതെ നടന്നവളുണ്ടല്ലോ, അവൾ ആ പേറ്റുനോവ് അനുഭവിച്ച് പ്രസവിച്ചവളുണ്ടല്ലോ, ആ കുഞ്ഞിനെ വളരുന്നത് വരെ മുല കൊടുത്ത് വളർത്തിയവളുണ്ടല്ലോ. അതെന്തൊരു മഹാത്യാഗമാണ്. എനിക്കെന്റെ ഭാര്യയോട് ഇടക്ക് ദേഷ്യം വരുമ്പോ ഞാൻ ഉടനെ ആലോചിക്കും, എന്റെ മോനെ എടുത്ത് വയറ്റിലാക്കി നടന്നോളല്ലേ, അല്ലാ ദേഷ്യം ഇരുത്തിയിരുന്നു. ഭാര്യയോടും പെണ്ണുങ്ങളോടും ദേഷ്യം വന്നാൽ ഈ കാര്യം ആലോചിച്ചാൽ മതി, അതിന് തീർന്നു. അതിന്റെ മേലെ എന്തെന്നാളുണ്ട്, അതിലും വലിയ എന്തുകൊണ്ടോ? വനിതാ ദിനത്തിൽ എല്ലാ പുരുഷന്മാരും ഇത് ആലോചിക്കണം. ആണിന്റെ അമ്മയും പെണ്ണ്, പെണ്ണിന്റെ അമ്മയും പെണ്ണ അല്ലേ? ആണിനെ പറ്റതും പെണ്ണിനെ പറ്റതും പെണ്ണ. ആ പ്രസവം എന്ന മഹാത്യാഗം അനുഭവിച്ചതിന് പകരമായിട്ട് 10 ദിവസത്തിന് മുൻപിൽ അവൾക്ക് കോമ്പൻസേഷനായിട്ട് ഈ കുട്ടീന്റെ അച്ഛനോ അച്ഛന്റെ വീട്ടുകാരോ ആ പെണ്ണിനും പെണ്ണിന്റെ അമ്മക്കും തിന്നാനുള്ള പൈസ കൊണ്ടുപോകും. അതിന് മാത്രമേ തിന്നുന്നതിന് ഇംഗ്ലീഷ് പറയൂ. തിന്നുന്നതിനെന്താ ഇംഗ്ലീഷ് പറയാ? ഈറ്റ് എന്നല്ലേ, ഈറ്റിന്റെ പൈസ കൊണ്ടുപോകും അല്ലേ? ആ ഈറ്റ് വേറെ കേട്ടോ, ഞാൻ തമാശ പറഞ്ഞു. പക്ഷെ ആ കോമ്പൻസേഷൻ ഒരു ഒരു വലിയ നല്ല കാര്യമാണ്. അത് നല്ല കാര്യമാണ്. അത് ഇത്ര പൈസ എന്നുള്ള കണക്കല്ല, അത് എത്ര കൊടുത്താലും അതിന് പ്രതിഫലമാവില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 28ാമത്തെ ദിവസം. എന്താ 28ന്റെ കണക്കറിയാവോ? AD 825 മുമ്പ് മലയാളിക്ക് ഡേറ്റ് ഇല്ല, അറിയോ? നമുക്ക് ഈ ഇംഗ്ലീഷ് കലണ്ടർ വന്നത് AD 1500 പോർച്ചുഗീസുകാർ വന്നേരാ. പോർച്ചുഗീസുകാർ വന്നതിന് മുമ്പേ നമ്മുടെ സ്വന്തം കലണ്ടർ ഏതാണെന്നറിയാവോ? ഏതാ കലണ്ടർ എന്നറിയാവോ? അറിയാവോ? നമ്മുടെ സ്വന്തം ഒരു കലണ്ടർ ഉണ്ട്, കൊല്ലത്ത് വെച്ചിട്ടുണ്ടാക്കിയതാ. AD 825 കൊല്ലത്ത് വെച്ച് ജ്യോതിഷികൾ ഒത്തുചേർന്നിട്ട് നമുക്ക് സ്വന്തം കലണ്ടർ ഉണ്ടാക്കി. പക്ഷെ അത് ചുമരുമ തൂക്കുന്ന സാധനം അല്ലാത്തതുകൊണ്ട് നമ്മളത് കലണ്ടറാന്ന് മനസ്സിലാക്കിയിട്ടില്ല. സംക്രമ വിഷു പക്ഷി, സംവത്സര പക്ഷി, പൊന്മണി ചുണ്ടിനാൽ കാലത്തിൻ ചുമരിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി, നീ എത്ര പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി. മനസ്സിലായോ കലണ്ടറിന്റെ മലയാളം? പഞ്ചാംഗം. പക്ഷെ പുസ്തകമായതുകൊണ്ട് നമുക്കത് മനസ്സിലാവാൻ